ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് റൈസാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് തന്നെ. മക്കൾക്കൊക്കെ ഇത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ മക്കൾ പറഞ്ഞു ഇന്ന് വെജ് റൈസ് ഉണ്ടാക്കി തരണേന്ന്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണിത്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് കോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് കഴുകി വേവിച്ച് അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, ഇതെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പാൻ ചൂടാക്കാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് പിന്നെ ചൂടായതിന് ശേഷം നെയ്യ് ഒഴിക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ, അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം പട്ട ഗ്രാമ്പു അതിടുക. അതിനുശേഷം പിന്നെ അണ്ടിപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുക്കുക. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് അതിൽ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. നന്നായിട്ടൊരു ചെറിയ ഒരു ബ്രൗൺ കളറായി വാടി വരുന്നത് വരെ വരട്ടുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി ഒന്ന് വാടി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂട്ട് ഒരു ക്യാരറ്റ് നന്നായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ക്യാരറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വാടി നന്നായിട്ട് വരണം. എൻ്റെ കയ്യിലിപ്പോൾ ക്യാരറ്റ് മാത്രം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിട്ടത്. നിങ്ങൾക്ക് ബീൻസും അതുപോലെ തന്നെ ക്യാബേജ് അതൊക്കെ ചേർക്കുക. അപ്പോൾ ഒത്തിരി വെജിറ്റബിൾസ് ആകുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ഹെൽത്തി ഫുഡും ആയിരിക്കും. പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ, ആ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഒഴിച്ചതിന് ശേഷം അതും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് പയ്യെ കുറേശ്ശെയായിട്ട് നന്നായിട്ട് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിലൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കുരുമുളക് പൊടി അത് ഓപ്ഷനിലാണ്. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.